അൽഹംദുലില്ലാഹ് ഈ പരിപാടിയുടെ അവസാന ഭാഗമെന്നോണം ഇവിടെ വെച്ച് ഒരുപാട് പേർക്ക് അതേ കിറ്റ് വിതരണം നടത്തുകയാണ്. അതിനുവേണ്ടി സഹായിച്ചവരുണ്ട്, അതിനുവേണ്ടി സഹകരിച്ചവരുണ്ട്. അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് നൽകട്ടെ. അയ്യുൽ ഇസ്ലാമി ഖൈർ, പാവപ്പെട്ടവരെ സഹായിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വന്ന് ഏത് ഇസ്ലാമാണ് ഖൈർ എന്ന് ചോദിച്ചപ്പോ അവിടുന്ന് പറഞ്ഞ മറുപടിയാണ് ഏറ്റവും നല്ല ഇസ്ലാം ഏതാണ്? ലോകത്ത് പാവപ്പെട്ടവരെ സംരക്ഷിക്കണമെന്നും പാവപ്പെട്ടവരെ സഹായിക്കണമെന്നും പഠിപ്പിച്ച നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി. അയ്യുൽ ഇസ്ലാമി ഖൈർ, ഇസ്ലാമിൽ ഏറ്റവും നല്ലത് ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ ഭക്ഷണം കൊടുക്കുക. മതം നോക്കിയിട്ട് മാത്രമല്ല, മതം നോക്കാതെ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ ജാതികൾക്കും എല്ലാ മതവിശ്വാസികൾക്കും അതേ ഭക്ഷണ വിഭവങ്ങൾ എത്തിക്കുക, സഹായിക്കുക. ഹിന്ദുവിനെ സഹായിക്കുക, മുസ്ലിമിനെ സഹായിക്കുക, ക്രിസ്ത്യാനിയെ സഹായിക്കുക. എല്ലാ മനുഷ്യരാണ് കാണുക. അതാണ് ലോകത്തോട് വിളിച്ചു പറഞ്ഞ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണല്ലോ 70 വർഷക്കാലം ഇബാദത്ത് ചെയ്ത ഒരു ആബിദായ മനുഷ്യൻ ഒരു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്താലുള്ള മഹത്വം എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അതും കൂടി പറഞ്ഞ് ഞാൻ അങ്ങ് നിർത്താണ്. 70 കൊല്ലം ഇബാദത്ത് ചെയ്ത് ജീവിച്ച മനുഷ്യൻ ഒരു ദിവസം രാത്രി അങ്ങ് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആ വീട്ടിലേക്ക് ഒരു കാണാൻ സുന്ദരിയുള്ള ഒരു പെണ്ണ് വന്നു. ആ പെണ്ണ് വന്നിട്ട് ഈ ആബിദായ മനുഷ്യനെ തെറ്റിലേക്ക് അങ്ങ് വിളിച്ചപ്പോ അയാള് തെറ്റിലേക്ക് പോയില്ല. കാരണം 70 കൊല്ലം ഇബാദത്ത് ചെയ്ത വലിയ മഹാനായിരുന്നു. പക്ഷേ കുറച്ചു നേരം അങ്ങ് കഴിഞ്ഞപ്പോ അയാളെ മനസ്സിലുള്ള ചിന്തയാണ്, ഞാനൊന്ന് പോയി തെറ്റ് ചെയ്താലെന്തേ? 70 കൊല്ലം ഞാൻ ഇബാദത്ത് ചെയ്തല്ലോ, ഒരു തെറ്റ് ചെയ്താലെന്തേ? അവസാനം അയാൾ ആ പെണ്ണിന്റെ അടുത്തേക്ക് അങ്ങ് പോയി. ആ പെണ്ണ് പറഞ്ഞു, ഇപ്പൊ മുറാദ് മുരീദായി. കാരണം നേരത്തെ ഈ ആണിനെ ഉദ്ദേശിച്ച് വന്നതാണ് ആ പെണ്ണ്. ഇപ്പൊ ആ പെണ്ണിനെ ആണ് ഉദ്ദേശിച്ച് അങ്ങോട്ട് പോവാണ്. അതാണ് മുറാദ് മുരീദായി. എന്നിട്ട് ആ പെണ്ണിന്റെ അടുത്തേക്ക് പോയി 7 പ്രാവശ്യം ആ പെണ്ണിനെ വ്യഭിചരിച്ചു. 70 കൊല്ലം ഇബാദത്തെടുത്തയാളാണ്. 7 തവണ വ്യഭിചരിച്ചപ്പോ അയാളെ മനസ്സിലൊരു വിഷമമാണ്. അങ്ങനെ അയാൾ വീട് വിട്ടിറങ്ങി, നാട് വിട്ടിറങ്ങി, റോട്ടിലൂടെ അങ്ങ് നടന്നുപോയി. കഴിക്കാൻ ആഹാരമില്ല, ഭക്ഷണമില്ല, കുടിക്കാൻ വെള്ളമില്ല. ഇനി ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ജീവിക്കാനില്ല. അവസാനം ഒരു സ്ഥലത്തങ്ങെത്തിയപ്പോ അവിടെ ഒരുപാട് അന്ധന്മാരിരിക്കുകയാണ്. ആ അന്ധന്മാർക്ക് ഒരാള്, അതേ 10 പേര് അന്ധന്മാരവിടെയുണ്ട്, കണ്ണു കാണാത്തവര്. അവരിലേക്ക് എല്ലാ നേരവും അവിടെയുള്ളൊരു പുരോഹിതൻ ഭക്ഷണം കൊടുത്തയക്കാറുണ്ട്. ആ വിവരം ഇയാൾക്ക് കിട്ടിയപ്പോ കണ്ണു കാണാത്ത 10 പേർക്കിടയിൽ ഇയാളും അങ്ങ് പോയിരുന്നു. കാരണം ഇവിടെ ഇരുന്നാൽ അവർക്ക് കിട്ടുന്ന ഭക്ഷണത്തിന്റെ ഒരു പൊതി ചിലപ്പോ എനിക്ക് കിട്ടാലോ. അങ്ങനെ 10 ആൾക്ക് നടുവിൽ പോയി ഇയാളങ്ങ് ഇരുന്നു. അയാളങ്ങ് ഇരുന്നപ്പോ ആ നാട്ടിലെ പുരോഹിതൻ ആ കണ്ണു കാണാത്ത ആളുകൾക്ക് ഭക്ഷണ പൊതി കൊടുത്തയച്ചു. കൊണ്ടുവന്നയാള് ഓരോരുത്തർക്കങ്ങ് കൊടുത്തു. ഇടയിൽ ഇയാളുണ്ട്, ഇയാളെ കയ്യിലും അത് കിട്ടി. പക്ഷെ അവസാനം ഇരിക്കുന്ന ആൾക്കത് കിട്ടിയില്ല. കൊടുത്തൾക്ക് സംശയമാണ്. കാരണം എന്നും 10 പേരല്ലേ ഉണ്ടാവുക, ഇന്നെന്തേ ഒരാൾക്ക് കിട്ടിയിട്ടില്ലല്ലോ? ഞാൻ 10 പൊതിയുമായിട്ടാണല്ലോ വന്നത്. കിട്ടാത്ത ആള് ചിന്തിക്കാണ്, അല്ലാ എന്റെ പൊതി ആരാണ് തട്ടിക്കൊണ്ടുപോയത്, ആരാണെന്ന് അയാൾക്ക് മനസ്സിലാകുന്നില്ല. കാരണം കാണുന്നില്ല, കണ്ണിന്റെ കാഴ്ചയില്ലല്ലോ. പക്ഷേ ആ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയ പൊതി കിട്ടാത്തയാൾ അവിടുന്ന് പറയാണ്, പടച്ചുറപ്പേ എന്റെ പൊതി ആര് കൊണ്ടുപോയോ എന്നറിയില്ല, പക്ഷേ എനിക്കിവിടെ കഴിക്കാനൊന്നുമില്ല. എന്തെങ്കിലും വാങ്ങാമെന്ന് കരുതിയാൽ കയ്യിൽ പണവുമില്ല, അധ്വാനിക്കാമെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് കഴിയൂല. കാരണം ഞാൻ വളരെ പാവപ്പെട്ടവനാണ്, കണ്ണിന്റെ കാഴ്ച പോലും നഷ്ടപ്പെട്ടവനാണ്. കണ്ണിന്റെ കാഴ്ചയുള്ള മുസ്ലിം ആലോചിക്കണം, ശരീരശേഷിയുള്ള മനുഷ്യൻ ചിന്തിക്കണം. കണ്ണിന്റെ കാഴ്ചയില്ലാത്ത ഞാൻ എന്താ ചെയ്യേണ്ടത്? അവസാനം ഈ പറയുന്ന വാക്കുകൾ മുഴുവനും ഈ 7 പ്രാവശ്യം വ്യഭിചരിച്ച് വീട്ടിന്ന് നാട്ടിന്ന് റോട്ടിലൂടെ
കയറി വന്ന ഇയാളങ്ങ് കേൾക്കുന്നു. കേട്ടപ്പോൾ മനസ്സങ്ങ് വേദനിച്ചുപോയി. ആ പൊതി കണ്ണ് കാണാത്ത അയാൾ കയ്യിൽ കൊടുത്താൽ പിന്നെ അയാൾക്ക് ഭക്ഷണം കഴിക്കാനൊന്നുമില്ല, അയാളങ്ങ് മരിക്കൂ. അവസാനം ഇയാൾ ചിന്തിച്ചു, ഞാൻ മരിച്ചാലും സാരല്ല, എന്റെ കയ്യിലുള്ള പൊതി അത് എനിക്കുള്ളതല്ല, ഹറാമ് കഴിക്കണ്ടല്ലോ, അത് ആ കണ്ണ് കാണാത്ത അയാൾക്ക് കിട്ടാനുള്ള പൊതിയാണ്, അത് അയാളെ കയ്യിൽ തന്നെ എത്തട്ടെ എന്ന് കരുതിയിട്ട് ആ പൊതി കൊണ്ടുപോയി അയാളെ കയ്യിൽ കൊണ്ടങ്ങ് കൊടുത്തു. അവരെല്ലാം ഭക്ഷണം കഴിച്ചു, ഇയാള് കഴിച്ചില്ല. അയാള് വിശപ്പ് സഹിക്കാൻ കഴിയാതെ, ദാഹം സഹിക്കാൻ കഴിയാതെ അയാളങ്ങ് മരിച്ചു. അയാളങ്ങ് മരിച്ചപ്പോ ഇറങ്ങി വന്നു 2 വിഭാഗം മലക്കുകൾ വന്നു. ഒരു ഭാഗത്ത് റഹ്മത്തിന്റെ മലക്കുകൾ വന്നു, മറ്റൊരു ഭാഗത്ത് അദാബിന്റെ മലക്കുകൾ വന്നു. റഹ്മത്തിന്റെ മലക്കുകൾ വന്നിട്ട് അദാബിന്റെ മലക്കുകളോട് പറഞ്ഞു, ഈ മയ്യത്ത് നമുക്ക് വിട്ടുതരണം, കാരണം 70 കൊല്ലം ഇബാദത്ത് ചെയ്ത ആളെ മയ്യത്താണിത്, അതുകൊണ്ട് നിങ്ങൾക്ക് കൊണ്ടുപോയി ശിക്ഷിക്കാൻ പറ്റൂല. ആ അദാബിന്റെ മലക്കുകൾ പറഞ്ഞു, നിങ്ങൾക്ക് വിട്ടുതരാൻ പറ്റൂല, കാരണം 70 കൊല്ലം ഇബാദത്ത് ചെയ്തയാളാണ് ശരി, പക്ഷേ ആ 70 കൊല്ലത്തെ ഇബാദത്ത് 7 തവണ വ്യഭിചരിച്ചപ്പോൾ അതെല്ലാം പൊളിച്ചു കളഞ്ഞു. അതുകൊണ്ട് അദാബിന്റെ മലക്കുകളായ നമുക്ക് കിട്ടേണ്ട മയ്യത്താണത്. 2 വിഭാഗം മലക്കുകൾ തർക്കിക്കുമ്പോ അല്ലാഹുവിന്റെ ഓർഡർ വന്നു. ജിബ്രീൽ അലൈഹിസ്സലാം വന്നു, പ്രശ്നത്തിന് പരിഹാരമെന്നോണം പറഞ്ഞു, ഓ അദാബിന്റെ മലക്കുകളെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, 70 കൊല്ലം ഇബാദത്ത് ചെയ്തയാളാണെങ്കിലും 7 പ്രാവശ്യം വ്യഭിചരിച്ചതുകൊണ്ട് അയാളെ 70 കൊല്ലത്തിന്റെ ഇബാദത്തെല്ലാം പൊളിഞ്ഞുപോയി. ആ മയ്യത്ത് നിങ്ങൾക്ക് തന്നെ കിട്ടേണ്ടതാണ് നിയമമനുസരിച്ച്, പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് വിട്ടുതരാൻ വകുപ്പില്ല. അല്ലാഹുവിന്റെ തീരുമാനമാണ്. കാരണം അയാൾ 70 കൊല്ലം ഇബാദത്ത് ചെയ്ത ആ കൂലിയെ 7 തവണ വ്യഭിചരിച്ചപ്പോൾ അതെല്ലാം പൊളിഞ്ഞു പോയെങ്കിലും അയാള് പിന്നീടൊരു നന്മ ചെയ്തല്ലോ. എന്താണ് നന്മ? കഴിക്കാമെന്ന ഉദ്ദേശത്തോടെ ഒരു പാവപ്പെട്ടവന്റെ കയ്യിലുള്ള ഭക്ഷണത്തിന്റെ പൊതിയങ്ങെടുത്ത് സ്വന്തം കഴിക്കാനങ്ങ് നോക്കിയപ്പോ ആ പാവപ്പെട്ട മനുഷ്യൻ വേവലാതിപ്പെട്ടപ്പോ ആ പാവപ്പെട്ട മനുഷ്യനെ മനസ്സിലാക്കി, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ മനസ്സിലാക്കി, ഞാൻ മരിച്ചാലും സാരമില്ല, എനിക്ക് ഈ പൊതി വേണ്ട, ഈ പൊതി ആ അന്ധന് തന്നെ എടുത്തോട്ടെ എന്നും പറഞ്ഞിട്ട് ആ പാവപ്പെട്ട മനുഷ്യന്റെ കയ്യിൽ കൊടുത്തു. ആ പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തില്ലയോ? ആ ഭക്ഷണം കൊടുത്തത് 70 കൊല്ലം ഇബാദത്ത് ചെയ്തതിനേക്കാൾ വലിയ പ്രതിഫലമുള്ളതായി പോയി. അത് യജമാനനായ റബ്ബ് സ്വീകരിച്ചു പോയി. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, സമസ്ത കേരള സുന്നി യുവജന സംഘം ഇവിടെ വെച്ച് ഇതുപോലെ പാവപ്പെട്ടവർക്ക് അതേ കിറ്റ് വിതരണം നടത്തുന്നത്, ആഹാരം വിഭവങ്ങൾ എത്തിക്കുന്നത്. അതിനുവേണ്ടി നമ്മുടെ ബഹുമാന്യനായ MLA ഇവിടെ വിളിച്ചു വരുത്തിയത്, ക്ഷണിച്ചത്. ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. അർഹമുർ റഹീമീനായ റബ്ബേ, സാധുക്കളായ നമ്മുടെ സൽക്കർമ്മങ്ങൾ മുഴുവനും നീ കബൂൽ ചെയ്യണേ റഹ്മാനേ. ഇത് നമ്മുടെ അവസാനത്തെ റമളാനാക്കല്ലേ അല്ലാ. ഇനിയുള്ള ദിവസങ്ങൾ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്ത് നിന്നിലേക്ക് അടുക്കാൻ നീ തൗഫീഖ് ചെയ്യണേ റഹ്മാനേ. ഈ പരിപാടി സംഘടിപ്പിച്ചതിന്റെ പിന്നിൽ അധ്വാനിച്ച സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരുണ്ട്. ഇവിടെ വന്നിരുന്ന് സഹകരിച്ച അതേ പുരുഷന്മാരുണ്ട്, സ്ത്രീകളുണ്ട്. ഈ സ്റ്റേജിലും സദസ്സിലും പണ്ഡിതന്മാരുണ്ട്, മുതഅല്ലിമീങ്ങളുണ്ട്. എല്ലാവർക്കും നീ ബർക്കത്ത് നൽകണേ റഹ്മാനേ. വിഷമങ്ങളെ മാറ്റണേ റഹ്മാനേ. സന്തോഷം നൽകണേ റഹ്മാനേ. ഇവിടെ നമ്മുടെ ഈ പരിപാടിയെ ഭംഗിയാക്കി തരാനായി തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ഇവിടെ വന്നെത്തിയ ഒരുപാട് അതിഥികളുണ്ട്, വിശിഷ്യ MLA ഉൾപ്പെടെ. അവർക്കെല്ലാം നീ സന്തോഷം നൽകണേ റഹ്മാനേ. ഞാൻ എന്റെ സംസാരം അങ്ങ് നിർത്തുകയാണ്. എല്ലാ മുഅ്മിനീങ്ങൾ റബ്ബിലേക്ക് മനസ്സ് തിരിച്ച് നന്നായി ജീവിച്ച് നന്നായി മരിക്കാൻ ശ്രമിക്കണം. അതിന് അർഹമുർ റഹീമീനായ റബ്ബ് ഈ സദസ്സ് കാരണമാക്കി